എന്നോടൊപ്പം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MP ജയരാജൻ കൂടി ചേരുകയാണ്. ഇന്നലെ UDFന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KC വേണുഗോപാൽ സംസാരിച്ചു. അതിന് 3/4 മണിക്കൂർ സംസാരിച്ചു. അദ്ദേഹം ആദ്യം പറയുന്നത് മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ അപമാനിച്ചു എന്ന് പറയുന്നു. പത്രത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വന്നാണ് പത്രത്തിൻ്റെ ആൾക്കാർ തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുക. അതിനുശേഷം പറയുന്നത് തൃശ്ശൂരിൽ മുഖ്യമന്ത്രി ചതി ചെയ്തു, BJP ജയിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ചതിച്ചു. അതിൽ ഒരു രസകരമായൊരു ഘടകം എന്ന് പറഞ്ഞാൽ മെനഞ്ഞാന്ന് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ പറഞ്ഞു ഒരു ചതിയുടെ ഫലമായിട്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ശരിക്കും അൻവറിനുള്ള മറുപടി നൽകുന്നത് KC വേണുഗോപാലാണ്. അതിനുശേഷവും അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. പക്ഷേ ഈ പെൻഷൻ്റെ കാര്യത്തിൽ ഉപയോഗിച്ച വാക്ക്, അതായത് കൈക്കൂലിയാണ്, ഈ 62 ലക്ഷം മനുഷ്യർ കൈക്കൂലി വാങ്ങുക എന്ന് പറയുന്നത് അത്ര ശരിയായ ഒരു പരാമർശം ആണ്. 62 ലക്ഷം പാവപ്പെട്ട കുടുംബങ്ങളെ അവമാനിക്കുന്ന ഒരു പ്രസ്താവനയാണത്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. പെൻഷൻ വാങ്ങുന്നവരിൽ CPMകാരും കോൺഗ്രസ്സുകാരും മറ്റിതര പാർട്ടിക്കാരുമുണ്ട്. രാഷ്ട്രീയം നോക്കിയല്ല പെൻഷൻ കൊടുക്കുക. യഥാർത്ഥത്തിൽ ഒരു കുറ്റബോധത്തിൽ നിന്നായിരിക്കാം ഇത്തരമൊരു പരാമർശം അദ്ദേഹം നടത്തിയത്. UDF സർക്കാർ അധികാരത്തിൽ ഇരുന്നപ്പോൾ അന്ന് 34 ലക്ഷം പേർക്ക് മാത്രമാണ് പെൻഷൻ. 18 മാസം കുടിശ്ശിക വരുത്തിയവരാണവർ. അതും 600 രൂപ മാത്രമാണ്. 600 രൂപയാവട്ടെ വർദ്ധിപ്പിച്ചുവെങ്കിലും കൊടുത്തില്ല. ആ കുടിശ്ശിക മുഴുവൻ ഇടതുപക്ഷം അധികാരത്തിൽ വന്ന 2016 കൊടുത്തു തീർക്കുകയും ആദ്യഘട്ടത്തിൽ 1000 രൂപയായി പെൻഷൻ വർദ്ധിപ്പിക്കുകയും പിന്നീട് അത് 1600 രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പെൻഷൻ ഇപ്പം കൃത്യമായി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അത് 5 മാസത്തെ കുടിശ്ശിക വന്നുപോയി. അതിന് കാരണം ഇടതുപക്ഷ സർക്കാരല്ല. അന്ന് പെൻഷൻ കമ്പനി രൂപീകരിച്ചുകൊണ്ട് സഹകരണ ബാങ്കുകളിൽ നിന്ന് 3000 കോടിയോളം രൂപ പെൻഷൻ കൊടുക്കുന്നതിന് ശേഖരിച്ചു വെച്ചിരുന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് പെൻഷൻ കമ്പനിയും കിഫ്ബിയും വാങ്ങുന്ന വായ്പ അത് സർക്കാരിൻ്റെ കടമായി കണക്കാക്കിക്കൊണ്ട് അത് ഉപയോഗിക്കുന്നത് തടഞ്ഞു. അങ്ങേയറ്റം തെറ്റായ ഒരു നടപടിയാണ് കേന്ദ്രം സ്വീകരിച്ചത്. അങ്ങനെ പെൻഷൻ മുടക്കി. ആ സമയത്ത് വേണുഗോപാലിനടക്കമുള്ള കോൺഗ്രസ്സുകാർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ നടപടിയെ എതിർത്തില്ല. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസം കൊടുക്കാൻ ബാക്കിയുള്ള പെൻഷൻ കുടിശ്ശികയിൽ 3ാമത്തെ ഗഡു കൂടി ചേർത്ത് 2 മാസത്തെ കൊടുത്തു. ഇപ്പോൾ പ്രതിമാസം പെൻഷൻ കൃത്യമായി കൊടുക്കുന്നുണ്ട്. 5 മാസത്തെ കുടിശ്ശിക മെയ്യിൽ കൂടി കൊടുത്തതോടുകൂടി ഇനി 2 മാസത്തതാണ് ബാക്കി. 2025 ജനുവരി 10-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യം, റൂൾ 300 പ്രകാരം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം, കൊടുക്കാൻ അവശേഷിക്കുന്ന പെൻഷൻ ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുമെന്നാണ്. അങ്ങനെ കൊടുത്തു തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മെയ് മാസം 2 മാസത്തെ തുക 3200 രൂപ വീതം വരും ഒന്നിച്ചു കൊടുത്തത്. അതിനെയാണ് കൈക്കൂലിയാണെന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ കൈക്കൂലി വാങ്ങുന്ന, കോർപ്പറേറ്റുകളിൽ നിന്ന് സംഭാവന വാങ്ങുന്ന രാഷ്ട്രീയ പാരമ്പര്യം കോൺഗ്രസ്സിനാണുള്ളത്. കോൺഗ്രസ്സാണ് BJP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് ഫണ്ട് ഇലക്ടറൽ ബോണ്ടിലൂടെ, അത് കൈക്കൂലിയാണ്. ഏതാണ്ട് 1000-ലേറെ കോടി രൂപ വരും അവർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വന്തം 2 കാലിലുമുള്ള മന്ത് പൂഴിയിൽ പൂഴ്ത്തി വെച്ച് മന്തൊന്നുമില്ലാത്ത ഈ ആളുകളെ ആക്ഷേപിക്കുന്നത് പോലെയാണ് KC വേണുഗോപാലിൻ്റെ ആക്ഷേപം. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചു എന്നാണ്. പച്ച കള്ളമാണത്. അത് ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനെ പോലെയുള്ള ഒരു പ്രതികരണമാണ്. മോഷ്ടിച്ച് പോക്കറ്റടിക്കാരനായ അദ്ദേഹം ഓടിക്കൊണ്ട് പറയുകയാണ് പോക്കറ്റടിച്ചേ. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് പണം മോഷ്ടിച്ചു എന്നതാണ് അത് അദ്ദേഹം വിളിച്ചു പറയുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹമാണ് മോഷ്ടിച്ചത്. ക്രമേണ ആളുകളെല്ലാം മോഷ്ടാവിനെ പിടിക്കാൻ വേണ്ടി ഇദ്ദേഹത്തോടൊപ്പം ഓടുമ്പോൾ അദ്ദേഹം പിറകിൽ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനായി ഒരു ദേശീയ കോൺഗ്രസ് നേതാവ് തരം താഴാൻ പാടില്ല. മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ അപമാനിക്കുകയോ മലപ്പുറം ജില്ലക്കാരെ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്തിട്ടില്ല. എന്താ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്?
കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ സ്വർണം കടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അത് കസ്റ്റംസുകാർ പിടിക്കുന്നില്ല. അതിനെ തുടർന്ന് പോലീസ് പിടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇങ്ങനെ സ്വർണം കടത്തുന്ന കാര്യം പുറത്തു വരുന്നത്. അൻവർ പറയുന്നത് എന്താ, എന്തിനാ പോലീസ് സ്വർണം പിടിക്കാൻ പോകുന്നത്, അത് കസ്റ്റംസ് അല്ലേ ചെയ്യേണ്ടത് എന്നാണ്. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഈ KC വേണുഗോപാലിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. ഇന്നലെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു. ആ പറഞ്ഞ കാര്യം ചതിയുടെ കാര്യമാണ്. എന്താണ് അദ്ദേഹം ചെയ്തത്? രാജസ്ഥാനിൽ രാജ്യസഭ അംഗമായിരുന്നു അദ്ദേഹം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതോടുകൂടി രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗത്വം BJPക്ക് കിട്ടി. BJPക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കുന്ന കൊടും ചതിയാണ് മതനിരപേക്ഷ ഭാരതത്തോടും ജനങ്ങളോടും അദ്ദേഹം ചെയ്തത്. ആ രാഷ്ട്രീയ വഞ്ചന മാപ്പ് പറഞ്ഞാലും പൊറുക്കാൻ കഴിയുന്നതല്ല. BJPക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്ത കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ് ഇവിടെ വന്ന് വഞ്ചനയെക്കുറിച്ച് പറയുന്നത്. വഞ്ചകനായ ഒരാളാണ് PV അൻവർ. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി പ്രവർത്തകന്മാർ രാവും പകലും പണിയെടുത്തിട്ടാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. എന്നിട്ടാണ് അദ്ദേഹം രാജിവെച്ച് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി KC വേണുഗോപാലിൻ്റെ പാർട്ടിയെ സമീപിച്ചത്. അദ്ദേഹം വഞ്ചകനായ ഒരാളായി കണ്ടുകൊണ്ട് വിധി എഴുതാൻ നിലമ്പൂർ കാത്തിരിക്കുകയാണ്. എന്താ ആ വഞ്ചന? ഒരു കാരണവുമില്ലാതെയാണ് അദ്ദേഹം മറുപക്ഷത്ത് ചേർന്നത്. എന്നിട്ട് എന്തായി? അദ്ദേഹം UDFിലേക്ക് പോയപ്പോൾ സ്ഥാനാർത്ഥി കുപ്പായം കിട്ടിയില്ല. മാത്രമല്ല തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി ഘടകകക്ഷിയാകാൻ നോക്കി. അദ്ദേഹത്തിനെ ഘടകകക്ഷിയാക്കിയില്ല. അസോസിയേറ്റ് കക്ഷിയാക്കാമെന്ന് ഒരു വാഗ്ദാനം നൽകി, അതും ചെയ്തില്ല. അവസാനം ഗതികെട്ട പ്രേതമായി മാറി. ഈ ഇന്നലത്തെ പ്രസംഗത്തിൽ ഈ നിലമ്പൂർ പോലൊരു വനപ്രദേശമാണ്, വനപ്രദേശത്തോട് ചേർന്ന് ഇവിടുത്തെ കർഷകർ അനുഭവിക്കുന്ന വിഷയം, വന്യമൃഗശല്യം, അതുമായി കൃഷി നശിക്കുന്നത്, അങ്ങനെയുള്ള നിരവധി വിഷയങ്ങളുണ്ട്. പക്ഷേ ഈ വിഷയങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാൻ KC വേണുഗോപാൽ ഒരു വരി മാറ്റി വെക്കുന്നില്ല. മുഴുവൻ ആരോപണങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മേളിൽ മാത്രമാണ്. അദ്ദേഹത്തിന് ശരിക്കും അറിയില്ല ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ വിഷയം എന്താണ് എന്ന്. ജനങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കോൺഗ്രസ് ഒന്നും പറയുന്നില്ല. എന്നാൽ ഇടതുപക്ഷം ജനങ്ങൾക്കൊപ്പമാണ്. കാർഷിക മേഖലയെടുക്കാം. വന്യജീവികളുടെ അക്രമത്തെ തുടർന്ന് ജീവനും കൃഷിക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന നാടാണ് ഈ നിലമ്പൂർ. വനമാണ് ചുറ്റും. വനത്തിൽ പോയി മരം മുറിക്കുന്ന പാരമ്പര്യമൊന്നും ഇടതുപക്ഷത്തിനില്ലല്ലോ. അതുള്ളത് KCയുടെ പാർട്ടിക്കാർക്കല്ലേ. പക്ഷേ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത് മനുഷ്യനെ കൊല്ലുന്ന, കൃഷിയെ നശിപ്പിക്കുന്ന അപകടകാരികളായ മൃഗങ്ങളെ, വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ അനുമതി നൽകണമെന്ന് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ ഭേദഗതി ചെയ്യാൻ മന്ത്രിസഭ ഒരു തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. പന്നിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവ് സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കേന്ദ്ര നിയമം അനുസരിച്ച് കൊന്നാലും ആ പന്നിയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഏൽപ്പിക്കണം. ആർക്കാണ് സാധിക്കുക? അത് കഴിയുന്ന കാര്യമല്ല. അപ്പോൾ സമൂലമായ ഒരു നിയമ ഭേദഗതി, ഈ വന്യജീവി സംരക്ഷണ നിയമം 1972 കൊണ്ടുവന്നത് KCയുടെ പാർട്ടിക്കാർ ഭരിക്കുമ്പോഴാണ്, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയപ്പോഴാണ്. അതുകൊണ്ട് ഇടതുപക്ഷം കൃഷിക്കാരുടെ പ്രശ്നങ്ങളാണ് അഡ്രസ്സ് ചെയ്യുന്നത്. കാർഷിക മേഖല കേരളത്തിൽ വലിയ തോതിലാണ് മുന്നേറ്റമുണ്ടായത്. കൃഷി ചെയ്യുന്ന ഭൂമിയുടെ വിസ്തൃതി വർദ്ധിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വർധനവുണ്ടായി. ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിച്ചു. താങ്ങുവില നിശ്ചയിക്കാത്തവരാണ് കേന്ദ്ര സർക്കാർ എങ്കിൽ തേങ്ങക്ക് താങ്ങുവില രാജ്യത്തെ ഏറ്റവും കൂടിയ വില ഈ കേരളത്തിലാണ്. നെല്ലിന് ഏറ്റവും കൂടിയ താങ്ങുവില കേരളത്തിലാണ്. ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് ഇത് ചെയ്തത്. KCയുടെ പാർട്ടി ഭരിക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് നിലമ്പൂർ ജനതയുടെ പ്രശ്നം പരിഹരിക്കാനും ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരണമെന്നും
നിലമ്പൂരിൽ ഇടതുപക്ഷം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നുമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹം ജനങ്ങളിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് ജനങ്ങളുടെ ശ്രദ്ധ വഴിതിരിച്ചു വിടാൻ വേണ്ടിയുള്ള പച്ചക്കള്ളങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നത്. നുണപ്രചരണം കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന വലിയ പരിശ്രമത്തിലാണ് UDF. പക്ഷേ ജനങ്ങൾ അത് കൃത്യമായി തിരിച്ചറിയുകയും കൃത്യമായ മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. ക്യാമറമാൻ അഖിൽ ഷായ്ക്കൊപ്പം ഷമി പ്രഭാകർ, കൈരളി ന്യൂസ്, നിലമ്പൂർ.